നമസ്കാരം, ഞാൻ ദിനേഷ് സുബർണിക. നമ്മൾ ഇതുവരെ ചെണ്ടുമല്ലിയുടെ ഒന്നാം ഘട്ടം വളപ്രയോഗവും പരിചരണവും ഒക്കെ പറഞ്ഞു തന്നു. ജൂൺ 22 കണക്കാക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് തലമുറിക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ അതിന് മുന്നേ മുറിച്ച ആളുകളുണ്ട്, ഒരു ദിവസം മുന്നേ മുറിച്ച ആളുകളുണ്ട്, 22 മുറിച്ച ആളുകളുണ്ട്, 23, അങ്ങനെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. മഴയില്ലാത്ത നേരമാണ് മുറിക്കുക എന്നുള്ളത്, ചെരിച്ച് മുറിക്കുക. മഴയില്ലാത്ത നേരത്ത് മുറിക്കുമ്പോൾ ഒരു പ്രശ്നം വരിക, അതിൻ്റെ തലപ്പ് മുറിച്ചത് കുത്തിയിട്ട് കഴിഞ്ഞിട്ട് ചില വേഗം ഉണങ്ങിപ്പോവും. തലപ്പിട്ട പൊട്ടിച്ചെടുത്ത് അപ്പോൾ നിങ്ങളതൊരു തണലുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് അവിടെ ഓല എന്തെങ്കിലും വെച്ച് തണലൊക്കെ വെച്ച് അത് വേണമെങ്കിൽ പൊടിപ്പിച്ചിട്ട് വീണ്ടും തയ്യാക്കാം. അപ്പോൾ ചില ആളുകൾ 2-3 പ്രാവശ്യം നനച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പിടിച്ചു കിട്ടും. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വളർച്ചാഘട്ടമാണ്, അതിൻ്റെ കായിക വളർച്ചയുടെ യഥാർത്ഥ ഘട്ടമാണ് ഇനി വരുന്ന 10 ദിവസം. അപ്പോൾ ഇതിന് കൊടുക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു, ഇത്രയധികം കാശ് വളത്തിന് ചിലവാക്കിയിട്ട് ലാഭകരമാവുമോ കൃഷിന്ന്. അത് നിങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചിരിക്കും. ഞാൻ ഒരിക്കലും കുറേ വളം വാങ്ങാൻ പറ്റില്ല. നമ്മൾ വാങ്ങുന്ന കുറച്ച് വളങ്ങൾ, വളരെ കുറച്ച് വളങ്ങളും വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ലിക്വിഡാക്കി വെക്കുകയാണ്. അത് പല തവണ കഴിക്കുക. 1 കിലോ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ 2 കിലോ കടലപ്പിണ്ണാക്കിന് എന്ത് വില വരും? പിന്നെ മീൻ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം, അങ്ങനത്തെ അതൊക്കെ ഉപയോഗിക്കും. നമുക്കതൊരു പൈസ ഇല്ലാണ്ട് കിട്ടുക. പിന്നെ ആകെ 2 ബോട്ടിൽ നമ്മൾ വാങ്ങി വെക്കാൻ പറയും. 30, 10, 10, 13, 27, 27 ഈ 2 വാങ്ങുക തന്നെ വേണം. മൈക്രോ ന്യൂട്രിയൻസ് NPK കൂടിയതാണ്. അതിനൊരു പാക്കറ്റിന് 145-150 രൂപയാണ്. 300 രൂപയാണ് ഈ 2 നിങ്ങൾക്ക് അത്ര അധികം ചെടികൾക്ക്. ഒരു സ്പൂണ്, ഒരു ടീസ്പൂൺ മരുന്നെടുത്താൽ 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഒരു തവണ അടിക്കാൻ. 1000 ചെടികൾക്ക് ധാരാളമായിട്ട് അടിച്ചു പോകാൻ പറ്റും. ഒരു സ്പൂണ് ധാരാളമായിരിക്കും. അത്ര ഫൈനാക്കി ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏറ്റവും വളം കുറഞ്ഞ രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ DAP മറ്റു സാധനങ്ങൾ, ഈ DAP ഒക്കെ ഞാൻ പറഞ്ഞു 1/4 സ്പൂണ് എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ അളവാണ്. അത് വല്ലപ്പോഴും ഒരു തവണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു തവണ ഇട്ട് കൊടുത്താൽ 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് അത്. ഇപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു തവണ ഇട്ടു, രണ്ടാമത്തെ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കൊടുക്കും. പൈസയുടെ ചിലവുള്ള ഒരു വളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കമ്പോസ്റ്റ്, കുറേ ചാണകപ്പൊടി, കുറേ എല്ലുപൊടി, കുറേ വേപ്പ് മണ്ണൊക്കെ, അടിവളം വാരി വിതറി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് കുറേ വളം കൊടുത്തു, അത് മുഴുവൻ ചെടി എടുത്തു, ഒരു ഉറപ്പുമില്ല, കുറേ മണ്ണിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ വളം പല സമയം കൊടുത്തിട്ട് ചെടീനെ കൊണ്ട് മാക്സിമം വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഈ വളർച്ചാ ഘട്ടത്തിൽ നൈട്രജനും ഫോസ്ഫറസും കൊടുക്കണം. പൊട്ടാഷ് ചെടികൾക്ക് വേണം. അത് നമ്മൾ 30, 10, 10 ഉണ്ട്. പിന്നെ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വേപ്പമണ്ണാക്ക്, ഇതിലൊക്കെ ഈ പൊട്ടാഷിൻ്റെ അംശം ചെറിയ തോതിലുണ്ട്. ആ ചെറിയ തോതിലുള്ളത് ഇപ്പം തൽക്കാലം മതി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തും. അപ്പോൾ ഇപ്പം അത് കരുത്തോടെ വളരണം. അപ്പം നിങ്ങളുടെ ചെടിക്ക് കരുത്തോടെ വളരാൻ വേണ്ട എല്ലാ മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കുക. ഇനി തീരെ കരുത്തില്ലാത്ത ആളുകൾക്ക് മാത്രമാണ് ഈ 30, 10, 10 ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനും, സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ കൊടുക്കാനും ഒക്കെ പറയുന്നത്. തീരെ വളർച്ച ഇല്ലാത്ത ആളുകൾക്ക് അത് ഇല വഴി കൊടുക്കുമ്പോൾ വേഗം വലിച്ചെടുക്കുമ്പോൾ എന്നുള്ളത് കൊണ്ട് കേട്ടോ. ഇനി ഈ വളർച്ചയുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായിക വളർച്ചയാണ്, ധാരാളം ചില്ലകൾ ഉണ്ടാവാനുള്ളൊരു വളർച്ചയാണ്. അതിന് വേണ്ട ന്യൂട്രിയൻ്റ് തുടക്കത്തിൽ കൊടുത്ത് തന്നെ ഇരിക്കണം. അമിതമായ തോതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇല പൊള്ളിപ്പോവും, ചെടി കേടുവന്നു പോകും. പിന്നെ നിങ്ങൾ വാങ്ങി വെക്കേണ്ട 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന്, പൂപ്പൽ. അതായത് അമിതമായിട്ട് ജൈവവളങ്ങൾ ഉപയോഗിച്ച കാരണം കൊണ്ടോ മണ്ണിൽ മറ്റെന്തെങ്കിലും പൂപ്പൽ വന്നിട്ട് നിങ്ങളെ ചെടികൾക്ക് ചീച്ചിൽ, തണ്ട് ഇങ്ങനെ ഒരു വെള്ളപ്പൊടി വന്ന് ഇങ്ങനെ കയറി പോകുന്ന ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നായ ബാബിസ്റ്റിനോ, അതേപോലെ സാഫോ, മാംഗോ സെബം 45, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനിയും കുറേ പേരുകളുണ്ട്, എനിക്ക് അറിയുന്ന പേരുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം. ഇത് അനാവശ്യമായിട്ട് സ്പ്രേ ചെയ്തത് ഒരു വാട്ടം പോലെ കണ്ടു, ഒരു ചീച്ചിൽ കൊണ്ടുണ്ടായ വാട്ടമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കൊടുത്താൽ വരും. പിന്നെ നിങ്ങൾക്ക് സാധാരണ വരുന്ന ചെറിയ ചെടികളുടെ ഇടയിൽ വരുന്ന അഴുകൽ പോലുള്ളതൊക്കെ കാണുകയാണെങ്കിൽ ഒരു പൊടി കുമ്മായൊക്കെ വിതറിയിട്ട് കൊടുത്താലൊക്കെ അതിനൊക്കെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. വളം എന്നുള്ള രീതിയിലല്ല കേട്ടോ. അങ്ങനെ വളരെ സാധനങ്ങളൊക്കെ ചീഞ്ഞത് കെടുക്കുക, വല്ല ഇലകളൊക്കെ കൂടുതൽ കെടുക്കുന്ന കുമ്മായൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ ആ രീതിയിൽ പോട്ടെ. ഇനി അടുത്ത് വരുന്നൊരു വാട്ടം ബാക്ടീരിയൽ വാട്ടമാണ്. ഈ ബാക്ടീരിയൽ വാട്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ചെടിക്ക് വാട്ടം കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ലൈനിൽ മൊത്തം സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ലൈൻ ഉണ്ടാക്കുമ്പോൾ, ലൈനായിട്ട്
നട്ട് നിലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ ഒരു വരമ്പായിട്ട് നീളത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ചെടിക്ക് നിങ്ങൾക്ക് വാട്ടം കണ്ടു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ അടിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പൂപ്പലോ ഫംഗസോ ഒന്നുമില്ല എങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പെട്ടെന്നൊരു വാട്ടമാണ് നിങ്ങൾക്ക് കണ്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ നിന്നിരുന്ന ചെടി പെട്ടെന്ന് വാടിപ്പോകണമെങ്കിൽ അത് ബാക്ടീരിയൽ വാട്ടമാണ്. നമുക്ക് ഏകദേശം നോക്കാം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മണ്ണിൻ്റെ ആ ലൈന് കട്ട് ചെയ്തിട്ട് ആ മണ്ണുകൊണ്ട് മാറ്റി അവിടെ ഇട്ടുക, ചെടി പറിച്ചെടുത്ത് കത്തിക്കുക, ആ ഭാഗത്ത് നല്ലോണം കുമ്മായിട്ടാണ് നശീകരണം നടത്തുക, ഫംഗൽ ഇൻഫെക്ഷൻ മരുന്നൊക്കെ തേച്ചുക. കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത ചെടിയിലേക്കും ഇത് വാട്ടം പെട്ടെന്ന് വന്നു പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് ബാക്ടീരിയൽ വാട്ടമാണ്. പിന്നെ അത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, മൊത്തം തോട്ടത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ലൈനും കട്ട് ചെയ്തതിന് ശേഷം അവിടെ കുമ്മായക്കെട്ടാണ് നശീകരണം നടത്തിയതിൻ്റെ ശേഷം ബാക്ടീരിയൻ്റെ ആൻറ്റിബയോട്ടിക് ഉണ്ട്, ബാക്ടീരിയക്കെതിരുള്ള അഗ്രികൾച്ചർ പർപ്പസിനുള്ള അത് അതിൽ പറയുന്ന ആ പാക്കറ്റിൽ പറയുന്ന അളവിലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്യുക. ആവശ്യമില്ലാതെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ബാക്ടീരിയൽ വാട്ട ആണെന്നറിയാം, സാധാരണ വാടിപ്പോണ വെയിൽ കൊണ്ട് വാടിയിട്ടുള്ളതിന് ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നിന് ഈ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളാണ് പിന്നെ ഇതാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നടിച്ചാൽ ഏൽക്കില്ല. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ മരുന്ന് കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തുക. അപ്പോൾ അത് കൃത്യമായ രീതിയിലാണ്, അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഈ മരുന്നിൻ്റെ ഏത് മരുന്നാണോ അതിന് വേണ്ടത് ബാക്ടീരിയൽ വാട്ടത്തിനുള്ള മരുന്ന് വാങ്ങിയിട്ട് ഈ ബാക്ടീരിയൽ വാട്ടം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ വാട്ടത്തിനുള്ള മരുന്ന് കൃഷിഭവനിലോ അല്ലെങ്കിൽ വളംകടയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വലിയ കടകളുണ്ടാവും, അവിടെ പോയിട്ട് അത് മേടിച്ചിട്ട് അതിൽ പറയുന്ന അളവിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷഫലമാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വാട്ടരോഗം കാണുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ള അതിൻ്റെ ഇത് എടുക്കണം. ഇന്നൊരു രാവിലെ വാട്ടരോഗം കണ്ടു, ഞാൻ ഓഫീസിൽ പോയി വരട്ടെ, വൈകുന്നേരം ആവട്ടെ എന്ന് കരുതിയാൽ നിങ്ങൾ ആ ലൈൻ മുഴുവൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഈ മരുന്ന് അടിക്കാനും പറ്റില്ല. വാട്ടരോഗം കാണുകയാണെങ്കിൽ ഒരു തവണ കൊടുക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിംറ്റം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. പുഴു എന്നുള്ളതിനൊക്കെ നമുക്ക് പരമാവധി നോർമൽ മരുന്നുകൾ കിട്ടും, അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ചെടി തഴച്ചു വളരാൻ വേണ്ട എല്ലാ ന്യൂട്രിയൻറ്റും കൊടുത്തുകൊണ്ട് നല്ല ഉഷാറാക്കിക്കോളൂ. നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക്